ആർളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി ദമ്പതികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് 13-ാം ബ്ലോക്കിലെ വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് ആറളത്തെത്തും. വൈകിട്ട് 3 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ സർവകക്ഷി യോഗം ചേരും. ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി ദമ്പതികളായ 13-ാം ബ്ലോക്കിലെ വെള്ളിയുടെയും ലീലയുടെയും പോസ്റ്റ്മോർട്ടം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നടക്കുക. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് 13-ാം ബ്ലോക്കിലെ വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. സബ് കളക്ടർ സ്ഥലത്തെത്തിയിട്ടും ആംബുലൻസ് കൊണ്ടുപോകാൻ അനുവദിക്കാതിരുന്ന നാട്ടുകാർ ഒടുവിൽ പോലീസ് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് അയഞ്ഞത്. വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് കണ്ണൂരിലെത്തും. വൈകിട്ട് 3 മണിക്ക് സർവകക്ഷി യോഗം ചേരും. വനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വൈൽഡ് ലൈഫ് വാർഡൻ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് അടിയന്തര യോഗം വിളിക്കുകയായിരുന്നു. അടിക്കാടുകൾ ഉടൻ വെട്ടിമാറ്റാൻ കണ്ണൂർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ തീരുമാനിച്ചു. ആർളത്ത് ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടി തുടരും. ആനമതിൽ പണി വേഗത്തിലാക്കാൻ TRDM-നോട് ആവശ്യപ്പെടും. യോഗത്തിൽ ജില്ലാ കളക്ടർ, പോലീസ്, വനം, ട്രൈബൽ, പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം ആദ്യ ഗഡു നഷ്ടപരിഹാരം നൽകും. ബാക്കി 10 ലക്ഷം രൂപ നടപടികൾ പൂർത്തിയാക്കിയ ഉടൻ തന്നെ നൽകുമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.